കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് സ്നേഹ. ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെന്റർ ആണ്. നമ്മൾ ഇന്നത്തെ ഈ സെഷനകത്ത് നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 4.0യുടെ ഭാഗമായി എംകോമിന്റെ പേപ്പറായ MCO 024ന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും. മുൻകാല ചോദ്യപേപ്പറിന്റെ ബേസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പല ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഒരു 4-5 പ്രാവശ്യത്തേത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം കൂടെ കളക്ട് ചെയ്തത് നമ്മളുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ടീമിനെയും കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തിയതിനു ശേഷമുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. അപ്പം ഇതിന്റെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തിലാണ് നമ്മൾ കൂടുതൽ ഒന്നുകൂടെ ഒന്ന് അറ്റൻഷൻ വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിട്ടുപോയത്, അങ്ങനെയൊക്കെയുള്ള ഒരു ജനറൽ ഐഡിയ, ഒരു എക്സാം ഓറിയന്റഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് തന്നെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSRന്റെ ഇൻ ഡെപ്ത് അനാലിസിസ് ആയിരിക്കും. അതായത് പ്രൊഡക്റ്റീവ് ഗൈഡും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു തുടർച്ചയായിട്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൂടെ ഒഫീഷ്യലി എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിലബസ് മാപ്പിംഗ് ഉണ്ട്. കാരണം നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഏതാണ് കൂടുതൽ റെക്കറിംഗ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ പാറ്റേൺസ് ആണ്, ഫോർമാറ്റ് ആണ്, മാർക്ക് അലോക്കേഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് തുടർച്ചയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസും പോർഷൻസും ഏതാണ്, പിന്നെ കൂടുതൽ പ്രോബബിലിറ്റി വരുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഏതാണ്. ദെൻ അതേപോലെ തന്നെ ഈ ഒരു സെഷന്റെ ലാസ്റ്റിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു അനാലിസിസിന്റെ ബേസിൽ ഈ ഒരു കമ്മിങ് എക്സാം ജൂൺ 2025 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അത്. അതേപോലെ തന്നെ അതിന്റെ ആൻസർ കീസും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡോക്യുമെന്റും നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ ലേൺവൈസ് ആപ്പ് പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസിന് നിങ്ങളുടെ ആപ്പിൽ നിന്നും അതിന്റെ ആൻസർ കീ സഹിതം കാണാൻ പറ്റുന്നതായിരിക്കും. ദെൻ നമ്മളുടെ ഈ ഒരു സെഷനകത്ത് കൂടുതലായിട്ടും നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട്, അതായത് യൂണിറ്റ് വൈസും അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ ഫ്രീക്വൻസിയും വെയിറ്റേജും എല്ലാം വെച്ചിട്ട് ഡീറ്റെയിൽഡ് ഒരു അനാലിസിസും, അല്ലെങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് ഇതും കൊണ്ടുള്ള എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഓരോ പോയിന്റ്സും, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പഠിക്കണം, അല്ലെങ്കിൽ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെഷൻ കാണുമ്പോഴത്തേനും അപ്പൊ ഞാൻ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതാണ് ഞാൻ കൂടുതൽ റിവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിട്ടുപോയത് ഏതാണ് എന്ന രീതിയിൽ നമുക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിലും ഈ ഒരു സെഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ നോക്കുമ്പോൾ ഓരോ ടോപ്പിക്കിന്റെ റിലവൻസ് എത്രത്തോളം ഉണ്ട് എന്നതാണ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് എടുക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് ബിസിനസ് ആണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ് 5 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു മീഡിയം റിലവൻസ് എന്ന രീതിയിൽ, അത്ര ഹൈയും അല്ല അത്ര ലോയും അല്ലാത്ത രീതിയിൽ മീഡിയം റിലവൻസ് ആയിട്ട് നമുക്ക് ആ ഒരു പോർഷൻ ടോപ്പിക്ക് പറയാം. ദെൻ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഈ കരിക്കുലം പറയുന്നത് നമുക്ക് 4 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതൊരു ലോ റിലവൻസ് എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറി ചെയ്യാം.
ദെൻ വരുന്നത് റെലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. അതൊരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അതും ഒരു മീഡിയം ലെവൽ എന്ന രീതിയിൽ നമുക്ക് പറയാം. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് ലോ, അത് 5 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, അതും മീഡിയം റേഞ്ച് ആയിട്ട് പറയാം. ദെൻ യൂണിറ്റ് 2 ടെലിയോളജി തിയോണ്ടോളജി തിയറീസ് ആണ്, അത് 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിനെ മീഡിയം റെലവൻ എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറി ചെയ്യാം. ദെൻ യൂണിറ്റ് 2 കണ്ടംപററി അപ്രോച്ചസ് ആണ്, അതും നമുക്ക് 7 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, അതും ഒരു മീഡിയം റെലവൻസ് എന്ന രീതിയിലാണ് കാറ്റഗറി ചെയ്യുന്നത്. ദെൻ തേർഡ് യൂണിറ്റിലെ എത്തിക്കൽ ഡിലെമസ് ആൻഡ് നാവിഗേഷൻ വീല് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഹൈ റിലവൻറ്റ് അല്ലെങ്കിൽ ഹൈ പ്രൊഡക്റ്റീവ് നേച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് പറയാം. അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 3 ആണ് എത്തിക്കൽ ഡിലെമസിന്റെ പോർഷൻ. ദെൻ യൂണിറ്റ് 4 ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതിനെ മീഡിയം ലെവലായിട്ട് പറയാം. ദെൻ യൂണിറ്റ് 4 തന്നെ ഓർഗനൈസേഷണൽ റോങ് ഡൂയിങ്സ് ഉണ്ട്, അത് 2 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ, അത്ര റെക്കറിംഗ് നേച്ചർ ഇല്ല, അതിനെ നമുക്ക് ലോ റെലവൻസ് എന്ന രീതിയിൽ പറയാം. ദെൻ എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് ചോദിച്ചിട്ടുണ്ട്, അതും 2 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ, അതും ലോ റിലവൻസ് എന്ന രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇത് ഇത്രയുമാണ് ബ്ലോക്ക് 1 പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പിക്സിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് എവല്യൂഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് CSR ഉണ്ട്, അതിലെ 5th യൂണിറ്റ് അതായത് CSR ഓവർവ്യൂ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ റിലേഷന്റെ പോർഷനിൽ നിന്നും 8 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇതിനെ ഒരു മീഡിയം റിലവൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ 6th യൂണിറ്റിൽ നിന്നും ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ CSR, അതും 8 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതിനെ മീഡിയം റേഞ്ച് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദെൻ 7th യൂണിറ്റിൽ നിന്ന് CSR ആൻഡ് SDGs അതായത് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നിന്ന് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം റിലവന്റ് ആണ് ഉള്ളത്. ദെൻ 8ാമത്തെ യൂണിറ്റിൽ നിന്നും ലിങ്കേജസ് അതായത് എത്തിക്സ് ആൻഡ് CSRമായിട്ട് റിലേറ്റ് ചെയ്ത ലിങ്കേജസിന്റെ പോർഷൻ ആണ്, അത് 4 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, ലോ കാറ്റഗറിയിൽ പറയാം. ദെൻ ബ്ലോക്ക് 3 CSR ഇൻ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഫേസസ് ആൻഡ് മോഡൽസ് ഓഫ് CSR ഇൻ ഇന്ത്യ 6 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം കാറ്റഗറി. CSR ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ 10th യൂണിറ്റിലെ CSR ലെജിസ്ലേഷൻ ആൻഡ് കമ്മിറ്റി 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ 11th യൂണിറ്റിലെ പബ്ലിക് സെക്ടർ ഗൈഡ് ലൈൻസ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ് 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ ബ്ലോക്ക് 4 ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ 12ാമത്തെ യൂണിറ്റ് അതായത് 12th യൂണിറ്റിൽ CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഉണ്ട്, അത് 8 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, മീഡിയം റേഞ്ച്. ടാക്സ് ഇഷ്യൂസ് ആൻഡ് CSR കമ്മിറ്റി റോൾസ് യൂണിറ്റ് 13 5 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. 14th യൂണിറ്റിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസ് അത് 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, അത് ലോ കാറ്റഗറി ആയിട്ട് പറയാം. നമുക്കൊരു 5-ന് താഴെ 4-ന് താഴെയായിട്ട് പോകുന്നുണ്ട്, റെക്കറിംഗ് ആയിട്ട് നമുക്ക് അങ്ങനെ കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലല്ല, അതുകൊണ്ട് തന്നെ ലോ റിലവന്റ് എന്ന രീതിയിൽ പറയാം. അങ്ങനെ നമുക്ക് ഒരു 10 റേഞ്ച് വരുന്ന കാറ്റഗറിയെ നമ്മൾ ഹൈ റെലവന്റ് കാറ്റഗറി എന്ന രീതിയിലും 5 to 9 എന്ന രീതിയിൽ വന്ന ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ റെക്കറിംഗ് നേച്ചർ ഉള്ളതിനെ നമ്മൾ മീഡിയം എന്നും 5-ന് താഴോട്ട് വന്നതിനെ നമ്മൾ ലോ കാറ്റഗറി എന്ന രീതിയിലാണ് റെലവൻസ് തിരിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ തന്നെയാണ് നമുക്ക് ആ ഒരു നമ്മളുടെ ഒരു ചാർട്ട് ബാർ ചാർട്ടിൽ പറയുന്നത്. ബാർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലോക്ക് 1 കൂടുതൽ റിപ്പീറ്റേറ്റീവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ റെക്കറിംഗ് നേച്ചറിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസിലെ ഒരു 19 രീതിയിലും പെർസെന്റേജ് എന്ന രീതിയിൽ നമുക്ക് വേണേൽ പറയാം. ബ്ലോക്ക് 1 ആണ് ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ 19 ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നും 16 വരുന്ന റേഞ്ചിൽ ബ്ലോക്ക് 2 നിന്നും ബ്ലോക്ക് 3 നിന്ന് 11, ബ്ലോക്ക് 4 നിന്ന് 8, അങ്ങനെ ഒരു ഓരോ നെക്സ്റ്റ് ബ്ലോക്ക് വരും തോറും കുറഞ്ഞുള്ള ഒരു നേച്ചർ ആണ് നിലവിൽ ഇപ്പം ഈ ഒരു അനാലിസിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഹൈ yield ടോപ്പിക്സ് അതായത് ഏറ്റവും ടോപ്പ് 3 ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന രീതിയിൽ നമുക്ക് ടോപ്പ് 3 ആയിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എത്തിക്കൽ ഡിലാമസ് ആൻഡ് നാവിഗേഷൻ വീൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞു 10 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പോർഷൻ ആണ്, മോസ്റ്റ് ഫ്രീക്വന്റ് ടെസ്റ്റഡ് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഏറ്റവും റിപ്പീറ്റഡ് നേച്ചർ ഉള്ളതാണ്. ഒരു ഷോർട്ട് നോട്ട്സ് എന്ന രീതിയിലൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ ബിസിനസ് സ്ട്രാറ്റജീസ് ആൻഡ് മോഡൽസ് ഓഫ് CSR ബ്ലോക്ക് 2 ആണ്, യൂണിറ്റ് 6ഉം ബ്ലോക്ക് 3 യൂണിറ്റ് 9. അത് റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണുന്നുണ്ട്, അത് ഒരു 8 പ്രാവശ്യം എന്ന രീതിയിലൊക്കെ നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം ആ ഒരു പോർഷന് നോക്കുക.
ദെൻ തേർഡ് ടോപ്പ് എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ് ആണ്. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 വരുന്നു. അതും നമുക്ക് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ലോങ് ഫോം ക്വസ്റ്റ്യൻസ് ഈ രണ്ട് രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ടോപ്പ് 3 പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് എത്തിക്കൽ ഡിലാമസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3യും ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6ഉം ബ്ലോക്ക് 3 യൂണിറ്റ് 9 അതായത് ബിസിനസ് സ്ട്രാറ്റജീസ് ആൻഡ് മോഡൽസ് ഓഫ് CSR. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഒരു നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഫാക്ച്വൽ ഉണ്ട്, അല്ലെങ്കിൽ എന്യൂമറേറ്റീവ് ഉണ്ട്. അതിൽ എസ്എ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കലി മാർക്ക് വരുന്നത് ഒരു 15 to 20 മാർക്സിന് ഇടയിലായിരിക്കും റേഞ്ച് വരിക. അതിന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 350 തൊട്ട് 500 വേർഡ്സ് വരെ ഉള്ള രീതിയിൽ വേണം നമ്മൾ ആൻസേഴ്സ് ചെയ്യാൻ. അപ്പം ഇത്ര 350 വേർഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 to 5 പേജസ് എഴുതണം. അതാണ് എസ്എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് 3 to 5 പേജസ്. ദെൻ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ അതിനകത്ത് 5 to 10 രീതിയിലായിരിക്കും ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് വരുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അപ്പം അതിനകത്ത് വരുന്നത് ലെങ്ത് വരുന്നത് 120 to 180 വേർഡ്സ് ആണ് അതിനകത്ത് ഉത്തരം എഴുതേണ്ടത്. അതിനകത്ത് 1 പേജ് എന്ന രീതിയിൽ, ഷോർട്ട് നോട്ട്സ് വരുമ്പോൾ ഒരു 1 പേജ് എന്ന രീതിയിൽ വേണം. ദെൻ വരുന്നത് കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസ് വരുമ്പോൾ അതിനകത്ത് 10 to 20 മാർക്സ് ആണ് ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് വരുന്നത്. അതിനകത്ത് 300 to 400 വേർഡ്സ് ആണ് അതിനകത്ത് എഴുതുന്നത്. പിന്നെ അതിന്റെ ഒരു കേസ് സ്റ്റഡിയുടെ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് അതിനകത്ത് പ്ലസ് ഇട്ട് പറയാൻ പറ്റും, അതായത് അതിൽ കുറയരുത്. അതിന് മേളിലോട്ട് ആ ഒരു ചോദ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പേജസിന്റെ എണ്ണം പറയാം. അപ്പം 3 to 5 പേജസോ അതിന്റെ മേളിലോ പോകുന്ന രീതിയിലായിരിക്കും കേസ് സ്റ്റഡീസ് വരിക. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണെങ്കിൽ 10 to 15 മാർക്സ് ആണ് നോർമലി വരുന്നത്. 200 to 300 വേർഡ്സിൽ നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടി വരും. അത് 2 to 3 പേജസ് വരെയാണ് നോർമൽ അതിന്റെ ഒരു നോർമൽ ഫോർമാറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഫാക്ച്വൽ അല്ലെങ്കിൽ എന്യൂമറേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ 5 to 10 മാർക്സിനാണ് സാധാരണ അത് ചോദിച്ചു കാണുന്നത്. 100 to 150 വേർഡ്സ് വരെയാണ് നമ്മൾ സാധാരണ അതിന്റെ ഒരു ഉത്തരം എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഷോർട്ട് നോട്ട് എന്ന രീതിയിൽ, ഒരു ഷോർട്ട് ആൻസർ എന്ന രീതിയിലാണ് എഴുതേണ്ടത്. അങ്ങനെ നമുക്ക് ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എസ്എ ടൈപ്പ് വരുന്നുണ്ട്. എസ്എയിൽ 15 to 20 മാർക്സിന്റെ വരും. ഷോർട്ട് നോട്ട്സ് വരുമ്പോൾ 5 to 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കേസ് സ്റ്റഡി വരുമ്പോൾ അതുപോലെ 10 to 20 മാർക്സ് എന്ന രീതിയിലാണ്. ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ 10 to 15 മാർക്സ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നത്. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 അതായത് ബിസിനസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ ഡിസംബർ 2022 തൊട്ട് ഡിസംബർ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് 19.6 മാർക്സ് വരെ നമുക്ക് ഈ ബ്ലോക്ക് 1 നിന്ന് ക്വസ്റ്റ്യൻസ് ആവറേജ് മാർക്ക് വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്മൾ മാർക്സ് നോക്കിക്കഴിഞ്ഞാൽ 20% മാർക്കും ബ്ലോക്ക് 1 നിന്നാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് 2 എവല്യൂഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് CSR നോക്കുമ്പോൾ 20% ഓഫ് മാർക്സ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 നിന്നും. ബ്ലോക്ക് 3 CSR ഇൻ ഇന്ത്യ നോക്കുമ്പോൾ 26% മാർക്സും. ദെൻ ബ്ലോക്ക് 4 CSR ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി നോക്കുമ്പോൾ 34% മാർക്കുമാണ് വന്നിരിക്കുന്നത്. അതായത് ടോട്ടൽ മാർക്കിന്റെ ഒരു ഷെയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓവറോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത്, അല്ലാതെ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രമല്ല, ഓവറോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 5 സെക്ഷനിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആവറേജ് മാർക്കിന്റെ ബേസിലുള്ള ഒരു ഡിവിഷൻ ആണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ലൈൻ ചാർട്ട് ആണ് മുമ്പ് കാണേണ്ടത്.
പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സേസ്. നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഒരു ഡിക്ലൈൻ ഒരു നേച്ചർ ആണ് ഈ ഒരു നമ്മളുടെ പേപ്പറിന്, അതായത് ബിസിനസ് എത്തിക്സിന്റെ പേപ്പറിന് നമ്മൾ കണ്ടുവരുന്നത്. അതായത് 38% ക്വസ്റ്റ്യൻസ് എസ്സേ ചോദിച്ചിരുന്നിടത്തു നിന്ന് ഇപ്പൊ കറന്റ് 32% ഷെയർ മാത്രമേ എസ്സേ ചോദിച്ച് കാണുന്നുള്ളൂ. ദെൻ ഷോർട്ട് നോട്ട്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 22% ഷോർട്ട് നോട്ട്സ് ചോദിച്ചിരുന്നത് ഇപ്പൊ 28% ആയി. അതായത് ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ അളവ് കൂടി. എസ്സേ ക്വസ്റ്റ്യൻസ് കുറഞ്ഞു, ഷോർട്ട് നോട്ട്സ് കൂടി. ദെൻ കേസ് സ്റ്റഡീസും നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുന്ന കേസസ് വന്നു തുടങ്ങിയത്. 15% കേസ് സ്റ്റഡീസ് ചോദിച്ച സ്ഥലത്ത് ഇപ്പൊ 20% കേസ് സ്റ്റഡീസ് ചോദിച്ചു കാണുന്നുണ്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 25% ചോദിക്കുമായിരുന്നു. അതായത് ലോങ് ആൻസേഴ്സ് എന്ന രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അത് 20% മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണുന്നുള്ളൂ. ഇപ്പം എസ്സേ ക്വസ്റ്റ്യൻസിന്റെ ഒരു ടെൻഡൻസി കുറഞ്ഞു, ഷോർട്ട് നോട്ട്സ് കൂടി, കേസ് സ്റ്റഡീസും കൂടിയിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും കുറഞ്ഞ ഒരു നേച്ചറാണ് ഈ ഒരു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ കാണുന്നത്. ഇനി നമ്മളുടെ ഒരു പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹൈലൈറ്റ് ചെയ്യേണ്ട പാറ്റേൺസ് തന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 15% ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്ത് 20% ആയി. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് 22% 28% ആയി. എസ്സേ ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ പഠിക്കുമ്പോൾ ആ രീതിയിലുള്ള ടോപ്പിക്സും ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസും എടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. കേസ് സ്റ്റഡീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്, കേസ് സ്റ്റഡീസ് ഒക്കെ എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെയാണ് അതിനെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാരണം ചാൻസ് കൂടുതലാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്. ഷോർട്ട് നോട്ട്സ് വരാനും ചാൻസ് കൂടുതലാണ്. ചുമ്മാ എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിരിക്കാതെ ഇതിലെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ ഒരു ബേസിലുള്ള പറയുന്നതേ ഉള്ളൂ. അതായത് എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് 32%, പിന്നെ ഷോർട്ട് നോട്ട്സ് 28%, കേസ് സ്റ്റഡി 20%, ഡിസ്ക്രിപ്റ്റീവ് 20%. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു കാറ്റഗറിയുടെ തന്നെ ഇങ്ങനെയാണ് ഒരു 3 ഇയർ വരുന്ന 100 മാർക്കിന്റെ ചോദ്യത്തിന് ഇവര് ഏകദേശം ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് മാർക്ക് ചെയ്ത് വന്നിരിക്കും. അതായത് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 മിനിറ്റ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്. ഷോർട്ട് നോട്ട്സ് വരുമ്പോൾ 28% ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 4 തൊട്ട് 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ 8 തൊട്ട് 12 മിനിറ്റ് വരെ നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. കേസ് സ്റ്റഡി 20% ക്വസ്റ്റ്യൻസും കേസ് സ്റ്റഡി ചോദിക്കുന്നുണ്ട്. 1 2 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. 18 മിനിറ്റ് എങ്കിലും നമ്മൾ ഒരു കേസ് സ്റ്റഡി എഴുതാൻ എടുക്കേണ്ടി വരും. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് 20% ചോദിച്ചിട്ടുണ്ട്. അതിൽ 2 3 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് കാണും. അതിലെ 12 തൊട്ട് 18 മിനിറ്റ് വരെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്റ്റീവിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് അത്രയും നമ്മൾ നോക്കി വായിച്ച് അത്ര എലാബറേറ്റ് ചെയ്ത് എഴുതി വരാൻ വേണ്ടി നമുക്കൊരു 18 മിനിറ്റ് വരെ ഏകദേശം എടുക്കാറുണ്ട്. അപ്പം ആ ഒരു ടൈം മാനേജ്മെന്റ് നമ്മളുടെ ആ ഒരു എക്സാമിൽ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതായത് എങ്ങനെയും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചുമ്മാ മണിക്കൂറുകൾ ഇരുന്ന് എഴുതിയിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് ലാസ്റ്റ് നമുക്ക് സമയം തികയാതെ വരുന്നത്. ഇങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസിന് ഏകദേശം എത്ര മിനിറ്റ് എന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ടൈമിൽ എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റും. ദെൻ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും ടോപ്പ് 10 ആയിട്ടുള്ള റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അനലൈസ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത് 9 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ ഡിസ്ക്രൈബ് മെയിൻ ഫേസസ് ഓർ എവല്യൂഷൻ ഓഫ് CSR ഇൻ ഇന്ത്യ, അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. തേർഡ് വൺ, എക്സ്പ്ലെയിൻ എത്തിക്കൽ ഡിലമാസ് ഇൻ ബിസിനസ് പ്രൊവൈഡിങ് റെലവെന്റ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് ഉൾപ്പെടെ വേണം ഡിലമാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് വേരിയസ് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് CSR. അത് 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ ഡിസ്ക്രൈബ് ദ പ്രോസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ്. അത് 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then sixth one, distinguish between business ethics and law with sustainable, suitable examples. അതായത് ബിസിനസ് എത്തിക്സും ലോയും തമ്മിലുള്ള ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻസ് എഴുതുക, പിന്നെ അതിന് സ്യൂട്ടബിൾ എക്സാമ്പിൾസും കൊടുക്കുക. അത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്.
സെവൻത് ക്വസ്റ്റ്യൻ, അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് SDGയുടെ ഇൻ കോണ്ടസ്റ്റ് ഓഫ് CSR. CSRമായിട്ട് റിലേറ്റ് ചെയ്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണെന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അനലൈസ് ചെയ്യുക. അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ, അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 9th one, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സോഷ്യൽ ഓഡിറ്റ്, ടാക്സ് ഇഷ്യൂസ് ഇൻ CSR റിപ്പോർട്ടിംഗ്, അതായത് സോഷ്യൽ ഓഡിറ്റ്, ടാക്സ് ഇഷ്യൂസ്, CSR റിപ്പോർട്ടിംഗ്, ഇതിന്മേൽ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എഴുതേണ്ടതുണ്ട്. Then 10th question, അതായത് ടോപ്പ് 10ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ CSR കമ്മിറ്റി ആസ് പെർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നമ്മളുടെ CSRന്റെ സ്ട്രക്ചർ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് എന്തായിരുന്നു, CSRന്റെ കൺസെപ്റ്റും കാര്യങ്ങളും റിലേഷൻഷിപ്പും ഒക്കെ ആയിരുന്നു. ദെൻ അതിന്റെ ഫേസസ്, ഇതൊക്കെ നമ്മൾ മുമ്പേ റെലവെന്റ് ആണ്, റെക്കറിംഗ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ടോപ്പ് 10-നകത്തും കൂടുതലായിട്ട് സ്റ്റാർട്ടിങ് വന്നേക്കുന്നത്. അതും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദെൻ നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ നോക്കാം. അതായത് ഓരോ ക്വസ്റ്റ്യൻ ബേസ്, മുമ്പേ നമ്മളൊരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടാണ് നോക്കിയത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് അത് എത്രത്തോളം പ്രാവശ്യം വന്നിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ആവറേജ് മാർക്കാണ് വന്നത് നോക്കാം. ഫസ്റ്റ് വൺ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് CSR ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പോർഷൻ, അതായത് ബ്ലോക്ക് 2-ലെ ടോപ്പിക് ആണ്. യൂണിറ്റ് 5 അല്ലെങ്കിൽ ബ്ലോക്ക് 3-ലെ 9th പോർഷനുമാണ്, 9th യൂണിറ്റിലെയാണ്. അത് 9 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു 15 മാർക്ക് വരെ ആവറേജ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു CSRന്റെ പോർഷൻ. ദെൻ ഫേസസ് ആൻഡ് എവല്യൂഷൻ ഓഫ് CSR ഇൻ ഇന്ത്യ, ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 9-ൽ വരുന്ന പോർഷൻ ആണ്. 8 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 മാർക്ക് വരെ ആവറേജ് വന്നിട്ടുണ്ട്. എത്തിക്കൽ ഡിലമസ്, അതായത് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് ബ്ലോക്ക് 1-ലെ പോർഷൻ ആണ്, യൂണിറ്റ് 3 ആണ്. 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 15 മാർക്കാണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ CSR, ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 6-ലാണ്. 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 മാർക്കാണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. ദെൻ CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ്, അത് നമുക്ക് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ CSR ഉണ്ട്. അത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 6 ആണ്. അതും 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കാണ്. CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 12-ലാണ്. 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കാണ് ആവറേജ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഡിഫറൻസ്, അതായത് ബിസിനസ് എത്തിക്സ് വേഴ്സസ് ലോ, നമുക്ക് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ള ഒരു പോർഷൻ ആണ്. അത് 6 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് 10 മാർക്കാണ് ഏകദേശം അതിന് ആവറേജ് മാർക്കായിട്ട് വന്നു കണ്ടിട്ടുള്ളത്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് CSR, അത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7 ആണ്, അല്ലെങ്കിൽ ബ്ലോക്ക് 4-ൽ യൂണിറ്റ് 14-ൽ വരുന്നുണ്ട്. അത് നമുക്ക് 6 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്സ് ആണ് വരുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻ എത്തിക്കൽ ഡിസിഷൻസ്, അത് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4 ആണ് വരുന്നത്. 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ് കാണിക്കുന്നത്. ദെൻ ഷോർട്ട് നോട്ട്സ്, അതായത് സോഷ്യൽ ഓഡിറ്റ്, ടാക്സ് ഇഷ്യൂസ്, റിപ്പോർട്ടിംഗ്, അതിനെ സംബന്ധിച്ചുള്ള ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യന് നമുക്ക് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 11-ലാണ് വരുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 12-നാണ് അത് കാണുന്നത്. അത് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് 5 മാർക്ക് വരെ നമുക്ക് ആവറേജ് വന്നിട്ടുണ്ട്. ദെൻ CSR കമ്മിറ്റി, അതായത് സ്ട്രക്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അത് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10-ലാണ്. അത് 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 10 മാർക്കാണ് ആവറേജ്. അതായത് നമ്മൾ ടോപ്പ് 10 പറഞ്ഞ ടോപ്പിക്സുകൾ എല്ലാം തന്നെ ഏത് ബ്ലോക്ക് ആണ്, ഏത് യൂണിറ്റ് ആണ്, എത്രത്തോളം മാർക്കാണ് വരുന്നതെന്ന് ഈ ഒരു ടേബിളിനകത്തുനിന്ന് ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമുക്ക് ഇനി ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് ഞങ്ങൾക്ക് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു എക്സാം എഴുതണമെങ്കിൽ ഏകദേശം ഒരു
5 മിനിറ്റ്, അതായത് നമ്മളൊന്ന് എക്സാമിന് ഒന്ന് കയറി ഒരു കുറച്ച് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു ഔട്ട്ലൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ മുമ്പേ പറഞ്ഞില്ല ഇന്ന ക്വസ്റ്റ്യൻ, ഇന്ന എസ്സേ ക്വസ്റ്റ്യൻ, അതിനൊരു ഇത്ര മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യാൻ, ഇത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ, ഇത് എനിക്ക് കൂടുതൽ അറിയാവുന്നതാ, ഇത് എത്ര മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു ടൈമിൽ തന്നെ എഴുതി തുടങ്ങുന്നതിന് തന്നെ മുമ്പേ തന്നെ നമ്മളൊരു ഔട്ട്ലൈൻ ചെയ്യാൻ നോക്കുക. അത് വരുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്ക് പറയല്ലോ കൂൾ ഓഫ് ടൈം ആണ് ഒരു 15 മിനിറ്റ് എന്ന് പറയല്ലോ, ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് കൂൾ ഓഫ് ടൈം ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് അതിനൊരു ഔട്ട്ലൈൻ, ഞാൻ എപ്പോ തുടങ്ങി എപ്പോ നിർത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു ഔട്ട്ലൈൻ തന്നെ നമ്മളാക്കി. അല്ലാതെ ചുമ്മാ ആദ്യം തൊട്ട് എഴുതി തുടങ്ങരുത്. അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക എക്സാം. ദെൻ യൂസ് ഡയഗ്രാംസ് ആൻഡ് ലിസ്റ്റ്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുന്ന കൂട്ടത്തിൽ കൂടുതൽ നമുക്ക് ഡയഗ്രാംസോ ചാർട്ടോ ലിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുള്ളറ്റ് പോയിന്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം അട്രാക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ, നീറ്റ് ആൻഡ് അട്രാക്റ്റീവായിട്ട് നമ്മുടെ ആൻസേഴ്സിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ നോക്കുക. ദെൻ പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം. അതായത് നമ്മൾ ഈ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് തീരുന്നുണ്ടോ എന്താന്നൊക്കെയുള്ളത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ചുമ്മാ കൃത്യ എക്സാം ഹോളിൽ ചെന്ന് മാത്രം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കണമെന്നില്ല. അതത്രയും നോക്കുക. ദെൻ നമ്മുടെ ഷോർട്ട് നോട്ട്സിന്റെ ഒക്കെ ഇത് പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഏകദേശം എത്ര രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ കുറച്ച് കേസസ് തന്നെയാണ്. അതായത് ഷോർട്ട് നോട്ട്സ് 7.5% ഉണ്ട്, ഇൻഡിവിജ്വൽ ഫാക്ട്സ് നമുക്ക് 7.5% ഉണ്ട്. അപ്പം എത്തിക്സ് വേഴ്സസ് ലോയും ഒക്കെ നമുക്ക് 7.5% ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് CSR ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ല 11.2%. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 15% എന്ന രീതിയിൽ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മളുടെ ആ ഒരു റെക്കറിംഗ് രീതി പറയുന്നതേ ഉള്ളൂ. ദെൻ നമുക്ക് പ്രോബബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള അനാലിസിസ് നോക്കാം. അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 എത്തിക്കൽ ഡിലാമാസ് നമുക്ക് 100% പ്രോബബിൾ, അതായത് 100% നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഹൈ പ്രോബബിൾ ആയിട്ട് പറയാൻ പറ്റും. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്പിയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എത്തിക്കൽ ഡിലാമാസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 CSR കൺസെപ്റ്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ്, അതും നമുക്ക് 100% വരും, ഉറപ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റും, ഹൈ പ്രോബബിൾ ആണ്. അതായത് നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 5 സെഷൻസിലും ചോദിച്ചിരിക്കുന്ന ചോദ്യമാണിത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 CSR എവല്യൂഷൻ ആൻഡ് ഫേസസ് ഇൻ ഇന്ത്യ 80% നമുക്കൊരു പ്രോബബിലിറ്റി പറയാം. കാരണം ഹൈ കാറ്റഗറീസ് തന്നെ പറയാൻ പറ്റും. അതായത് നമ്മളുടെ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാലും 80% നമുക്ക് പ്രോബബിലിറ്റി പറയാം. അതായത് ഹൈ പ്രോബബിൾ കാറ്റഗറി തന്നെ പറയാൻ പറ്റും. അതായത് എസ്സേയിലും ഷോർട്ട് നോട്ട്സിലും മാറി മാറി ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു CSR റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 1 തന്നെ നമുക്ക് യൂണിറ്റ് 1 ഡിഫറൻസ്, അതായത് ബിസിനസ് എത്തിക്സ് വേഴ്സസ് ലോയിൽ 60% നമുക്ക് പ്രോബബിലിറ്റി പറയാം. ഒരു മീഡിയം റേഞ്ച് ആണ് പറയുന്നത്. 5 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യവും നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദെൻ യൂണിറ്റ് 4 ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻ എത്തിക്സ് 60% നമുക്ക് പറയാം. അത് നമുക്ക് മൾട്ടിപ്പിൾ പാർട്സിലായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 2 നോക്കിക്കഴിഞ്ഞാൽ 6th യൂണിറ്റിലെ ബിസിനസ് സ്ട്രാറ്റജി ഫോർ CSR 60% ആണ് ചാൻസ് ഉള്ളത്, പ്രോബബിലിറ്റി ഉള്ളത്. അതായത് ഡയറക്റ്റ് നമുക്ക് എന്താണ് സബ് പാർട്ടും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കാണുന്നുണ്ട്. അതുകൊണ്ട് ദെൻ യൂണിറ്റ് 7 SDGs അല്ലെങ്കിൽ CSRന്റെ പോർഷന് 60% പ്രോബബിലിറ്റി ഉള്ളത്. ഓഫൺലി ചോദിച്ചു കാണുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു SDGsന്റെ പോർഷൻ. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 എന്ന് പറയുന്ന CSR കമ്മിറ്റി സ്ട്രക്ചർ ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 40% പ്രോബബിലിറ്റി ഉണ്ട്. അത് ഒരു മീഡിയം റേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. 5 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്നും 2 പ്രാവശ്യം ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ സ്പ്ലിറ്റ് മാർക്ക് വെച്ചിട്ടാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, അതും ശ്രദ്ധിച്ചോണം. ദെൻ 11th യൂണിറ്റിലെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് സെക്ടർ CSR അത് 40% വരുന്നത്. അതും ഒരു മീഡിയം റേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കോമൺ ആയിട്ട് വരുന്ന ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടുവരുന്നത്.
ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 അതായത് എത്തിക്സ് CSR ലിങ്കേജസ് എന്ന് പറയുന്നത് 20% പ്രോബബിലിറ്റി ഉള്ളത്. അതായത് ലോ റേഞ്ച് ആണ്. ചോദിച്ചിട്ടുണ്ട്, പക്ഷെ സ്റ്റഡി ആയിട്ട് എല്ലാ പ്രാവശ്യവും ഒന്നും ചോദിച്ചിട്ടില്ല. റെയർ കേസസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14 കോർപ്പറേറ്റ്സ് റെസ്പോൺസ് ടു സസ്റ്റൈനബിലിറ്റി 20 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതും ലോ റേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രാവശ്യം മാത്രം ഷോർട്ട് നോട്ട്സിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 70% കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഹൈ പ്രോബബിൾ എന്നും പിന്നെ 40 തൊട്ട് 69 വരെ ഉള്ളതിനെ നമ്മൾ മീഡിയം എന്നും 40-ന് താഴെ ഉള്ളതിനെയാണ് ലോ എന്ന രീതിയിലും പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് പ്രൊഡിക്റ്റീവ് ആയിട്ട് നമുക്ക് കൂടുതലും വരാൻ ചാൻസ് കൂടുതലാണ്. പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണേലും അതില്ലാതൊരു ചോദ്യപേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ അത്രത്തോളം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ മീഡിയമും ലോ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് പക്ഷെ വന്നിട്ടുണ്ട്, അതാണ് ലോയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ എന്തുകൊണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്, അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തുടർച്ചയായിട്ട് കണ്ടതാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 എത്തിക്കൽ ഡിലമാസ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ 5 സെഷൻസിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് CSRഉം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ലിങ്ക്. അതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 5. ദെൻ ബ്ലോക്ക് 4 നമ്മുടെ 5 പ്രാവശ്യത്തിൽ നിന്നും 5 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിൽ നിന്ന് 4 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 9. പിന്നെ അതുപോലെ നമുക്ക് എസ്സേയിലും ഷോർട്ട് നോട്ട്സിലും ഒക്കെ മാറി മാറി വന്ന കുറച്ച് പോർഷൻസ് ആണ് ബ്ലോക്ക് 4 യൂണിറ്റ് 12. പിന്നെ 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് 1 യൂണിറ്റ് 1. അതാണ് നമുക്ക് ഈ ഓരോ നമ്മൾ മുമ്പേ ഹൈ പ്രോബബിൾ ലോ പ്രോബബിൾ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ സെയിം ആണ് ഞാൻ ആ ടേബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ആ ടേബിളിനകത്ത് അങ്ങനെ പറഞ്ഞു എന്നത് നമ്മളൊന്ന് ജസ്റ്റിഫിക്കേഷൻ ചെയ്തതേ ഉള്ളൂ. അത് ഏറ്റവും കുറവായിട്ട് പറഞ്ഞു, അതായത് ഒരു പ്രാവശ്യം മാത്രം ഷോർട്ട് നോട്ട്സിൽ വന്നതാണ് ലാസ്റ്റ് മുമ്പേ നമ്മൾ പറഞ്ഞ ടേബിളിനകത്ത്. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആയിരുന്നു. ദെൻ ഇതിന്റെ ഒക്കെ ബേസിൽ നമ്മൾ ഫൈനലൈസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് പോർഷൻസിന്റെ ലിസ്റ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഹൈ പ്രോബിലിറ്റി വരുന്ന റേഞ്ചിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് എത്തിക്കൽ ഡിലാമേഴ്സ് ആൻഡ് നാവിഗേഷൻസ്, അത് സമ്മറൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റെപ്പ് എന്ന രീതിയിലൊക്കെ സിമിലർ രീതിയിൽ പല രീതിയിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തോണം. പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ളൊരു പോർഷൻ ആണ്. CSR കൺസെപ്റ്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഡയഗ്രാംസ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. അത് നോക്കുക. CSR എവല്യൂഷൻ ആൻഡ് ഫേസസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതെന്താണ്, ടൈം ലൈൻ കാർഡ്സും അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയും ഒക്കെ ഹിസ്റ്ററി ഒക്കെ എഴുതാൻ അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. CSR റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ്, ഇതും മോഡൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ബുള്ളറ്റ് സ്റ്റെപ്സ് എന്ന രീതിയിലൊക്കെ എഴുതാൻ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇത്രയുമാണ് നമ്മുടെ ഹൈ പ്രോബബിൾ റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും നമ്മൾ കൂടുതലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ പറ്റുന്ന ആ രീതിയിലൊക്കെ ഈ ഒരു പോർഷൻസ് കവർ ചെയ്ത് പഠിച്ചു വെക്കാൻ നോക്കുക കേട്ടോ. ദെൻ മീഡിയം റേഞ്ചിൽ വരുന്നത് ബിസിനസ് എത്തിക്സ് വേഴ്സസ് ലോ ആണ്. അതിനകത്ത് ഇൻഡിവിജ്വൽ ഫാക്ട്സും CSR സ്ട്രാറ്റജീസും CDGSും അതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു മീഡിയം പ്രോബബിലിറ്റിയിൽ. നമ്മൾ മുമ്പ് ടേബിളിനകത്ത് പറഞ്ഞതിൽ തന്നെ മീഡിയം വരുന്ന ടോപ്പിക്സ് ആണ്. സോഷ്യൽ ഓഡിറ്റ്, ഇതെല്ലാം മീഡിയം പ്രോബബിലിറ്റിയിലാണ്. ഇതിനകത്ത് ഒരു റിവിഷൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ തന്നെ അതിന് വേണ്ടുന്ന ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കാൻ നോക്കുക. ലോ പ്രോബബിലിറ്റിയിൽ വരുന്നത് എത്തിക്സ് CSR ലിങ്കേജ് ആണ്. അതായത് CSR ടു സസ്റ്റൈനബിലിറ്റി എന്ന് വരുന്ന പോർഷനും അതിൻ്റെ അകത്ത് ലോ പ്രോബബിലിറ്റി വരുന്ന 2 പോർഷൻസ് ആണ് നമ്മൾ ലോ പ്രോബബിലിറ്റി കണ്ടത്. അത് നമ്മൾ വിട്ടുകളയരുത്, നോക്കണം. എന്നാൽ ഹൈ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇത് വന്നേ പറ്റൂ എന്ന് നമുക്ക് അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ നമുക്ക് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം.
പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു സെയിം എക്സാം പറയുന്ന പോലെ തന്നെ ആയിരിക്കും ഇതിനകത്തും പറയും 3 hours വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അറ്റംപ്റ്റ് എനി 5 എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ്. 20 മാർക്ക് വരുന്ന ചോദ്യങ്ങളായിരിക്കും. അതിനകത്ത് നമ്മൾ 5 എണ്ണം ആൻസർ ചെയ്യുക 100 മാർക്ക് എന്ന രീതിയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ്, അതായത് എല്ലാത്തിനും 20 മാർക്ക് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എത്തിക്കൽ ഡിലാമേഴ്സ് ഇൻ ബിസിനസ് ഡിമാൻഡ് എ കോമ്പിനേഷൻ ഓഫ് അനാലിറ്റിക്കൽ ഫ്രെയിംവർക്സ് ആൻഡ് പേഴ്സണൽ വാല്യൂസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ദ എത്തിക്കൽ നേവിഗേഷൻ വീൽ വിത്ത് എ ഡയഗ്രാം വെച്ചിട്ട് എത്തിക്കൽ നേവിഗേഷൻ വീൽ ഡിസ്കസ് ചെയ്യുക. പ്രസന്റ് എ പ്രാക്ടിക്കൽ ബിസിനസ് സിറ്റുവേഷൻസ് വെയർ 2 ethical values are in conflict and show step by step application of the navigation wheel to resolve it. അതായത് നമ്മൾ എത്തിക്കൽ ഡിലാമേഴ്സ് ആൻഡ് നാവിഗേഷൻ വീലിന്റെ പോർഷൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതിന്റെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. Then second question, a multinational company must align its CSR strategy with both Indian legislation and global sustainable development goals. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കീ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 റിഗാർഡിംഗ് CSR കമ്മിറ്റി സ്ട്രക്ചർ, റിപ്പോർട്ടിംഗ് ആൻഡ് പെനാലിറ്റീസ് ഫോർ നോൺ കംപ്ലൈൻസ്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കേസ് അനുസരിച്ച് ഈ കീ പ്രൊവിഷൻസും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് യൂസിങ് എ ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ ടേബിൾ ഓഫ് 3 companies CSR സ്പെൻഡിങ് പ്രൊവൈഡഡ് ബിലോ. ഇത് നമുക്ക് താഴെ ഒരു 3 കമ്പനിയുടെ ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ട്രെൻഡ്സ് ആൻഡ് മേക്ക് 2 റെക്കമെൻഡേഷൻസ് ഫോർ ബെസ്റ്റ് പ്രാക്ടീസ് റിപ്പോർട്ടിംഗ്. അതിനകത്ത് ഡാറ്റ ടേബിൾ തന്നിട്ടുണ്ട്, കമ്പനീസിന്റെ പേരും അതിന്റെ CSR സ്പെൻഡിങ്ങും അൺസ്പെൻഡും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 CSR കമ്മിറ്റിയുടെ പോർഷനിലും ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഒക്കെ വരുന്ന പോർഷൻ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ക്ലൂവും താഴെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ആൻസേഴ്സ് നോക്കണം. Then question number 3. With reference to the evolution of CSR in India, trace the 4 major phases of CSR development, highlighting major legislative and business milestones. Then second part എന്ന് പറയുന്നത് develop a timeline and briefly access how the shift from voluntary to statutory CSR has impacted corporate practice. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്ന പോർഷൻ ആണ്. യൂണിറ്റ് ക്വസ്റ്റ്യൻ 4 വരുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബിസിനസ് എത്തിക്സ് ആൻഡ് ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അതിലെ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് പ്രൊവൈഡ് 3 scenarios where ethical obligations go beyond legal requirements. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് അനലൈസ് വിത്ത് എക്സാമ്പിൾസ് ഹൗ ഓർഗനൈസേഷൻസ് ക്യാൻ മെയിൻറ്റെയിൻ എത്തിക്കൽ ഇന്റഗ്രിറ്റി ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്ലിയർ ലീഗൽ ഗൈഡൻസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന പോർഷൻസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. റിവ്യൂ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ തിയറി ഇൻ മോഡേൺ CSR. എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ 5 സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്സ് ഫോർ ആൻ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ഫേം. ബി പ്രസന്റ് എ സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ് ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ how conflicting interests can be managed through dialogue and reporting. ബ്ലോക്ക് 2 യൂണിറ്റ് 5 അല്ലെങ്കിൽ CSR ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പോർഷനിൽ, അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ബിസിനസ് സ്ട്രാറ്റജി, ഇത് രണ്ടുമാണ് ഇവിടെ ക്വസ്റ്റ്യൻസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ദെൻ യൂണിറ്റ് ക്വസ്റ്റ്യൻ 6. A company reports frequent cases of ethical misconduct and poor whistleblowing culture. Evaluate the impact of individual and organizational factors on ethical decision making. A പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. ബിയില് സജസ്റ്റ് എ സെറ്റ് ഓഫ് മെഷറബിൾ ഇന്റർവെൻഷൻസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. വെറുതെ മെഷേഴ്സ് പറഞ്ഞിട്ട് കാര്യമില്ല, വിത്ത് ജസ്റ്റിഫിക്കേഷൻ ദാറ്റ് ക്യാൻ ഇംപ്രൂവ് എത്തിക്കൽ ഔട്ട്കംസ് ഇൻ സച്ച് എ ഫോം. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ബ്ലോക്ക് 1 യൂണിറ്റ് 3 കൂടി ഇൻവോൾവ് ചെയ്ത് വേണം ആൻസർ ചെയ്യാൻ. ദെൻ Question 7. Case study ആണ് ചോദിച്ചിരിക്കുന്നത്. ബയോസേഫ് ലിമിറ്റഡ് ഈസ് എ mid-sized firm in the chemical sector. Last year, it launched a major CSR initiative on water conservation aligned with the SDG. A critical newspaper reports claims that their efforts are merely for publicity and lack genuine impact. First question പറഞ്ഞിരിക്കുന്നത് critically assess the risk of CSR washing. CSR washingന്റെ റിസ്ക് അസസ് ചെയ്യുക, അതിന്റെ ക്രിട്ടിക്കലി ഉള്ള ആസ്പെക്ട്സും കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യുക. ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡ് എ റോബസ്റ്റ് CSR ഓഡിറ്റ് ഫ്രെയിംവർക്ക് ആൻഡ് ഡേറ്റ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് വുഡ് പ്രൂവ് ജെനുവിൻ ഇമ്പാക്ട്സ് ഓഫ് ബയോസേഫ് ലിമിറ്റഡ്.
അത് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 12ഉം ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7ഉം കൂടി ഇൻവോൾവ് ചെയ്ത് വേണം ആൻസർ എഴുതാൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. 10 മാർക്സ് ആണ് ഇതിനകത്ത് ഓരോന്നിനും പറഞ്ഞ ഷോർട്ട് നോട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, സോഷ്യൽ ഓഡിറ്റ് ആസ് എ ടൂൾ ഫോർ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇൻ CSR. B, tax issues and incentives in CSR spending in India. C, the linkage between ethics and CSR. Why are ethical foundations vital for genuine corporate responsibility? D ചോദിച്ചിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ബിസിനസ് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ഫോർ ഇംപ്ലിമെന്റേഷൻ. അത് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 11ഉം ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10ഉം ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8 ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 14. ഇത് ഇത്രയുമാണ് ആൻസേഴ്സ് വരുന്നത്. അപ്പൊ അത് നോക്കി റെഫർ ചെയ്ത് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ. ഇങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇനി 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്ന 5 ആൻസർ ചെയ്യാം. 20 മാർക്ക് വെച്ചിട്ടാണ്. ഷോർട്ട് നോട്ട്സ് ആണോ കേസ് സ്റ്റഡി ആണോ ഏതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ആൻസേഴ്സ് എഴുതാൻ ശ്രദ്ധിക്കണം. അപ്പം ഇതിന്റെ എല്ലാം ആൻസർ കീസ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഇതിനകത്ത് കണ്ടന്റ്സിനകത്ത് ജസ്റ്റ് ക്ലൂ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ ആപ്പിൽ ലേൺവൈസിന്റെ ആപ്പിൽ ഇതിന്റെ ആൻസർ കീസും അവൈലബിൾ ആയിരിക്കും ഡോക്കായിട്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിക്കാം. എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് മെന്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്ന പോർഷൻസും ടോപ്പിക്സും ഒക്കെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. 100% ഷുവർ ആണ്. അപ്പൊ നമുക്ക് നല്ലൊരു എക്സാം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.